സ്വതന്ത്ര ഫലസ്തീൻ ഇസ്രായേലിനെ നശിപ്പിക്കും. തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാദിച്ചത് ഇങ്ങനെയാണ്. ഫലസ്തീനുമായി സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള വേദിയായി മാറുമെന്ന് നെതന്യാഹു പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണമാണ് ഇതിന് ഉദാഹരണമായി നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നത്. വിശദമായി നോക്കാം. ഫലസ്തീനുകൾക്ക് ഒരു രാഷ്ട്രം ലഭിച്ചാൽ അവരത് എന്തിനുപയോഗിക്കുമെന്നതിന്റെ തെളിവാണ് ഒക്ടോബർ 7 എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞത്. ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ചോദ്യം നെതന്യാഹുവിന് വിടുകയായിരുന്നു ട്രംപ്. നെതന്യാഹുവിന്റെ മറുപടിയാകട്ടെ ഇങ്ങനെയായിരുന്നു: ഫലസ്തീനുകൾക്ക് സ്വയം ഭരണത്തിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കണം, എന്നാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള അധികാരങ്ങൾ ഉണ്ടാകരുത്. അതായത് മൊത്തത്തിലുള്ള സുരക്ഷയുടെ പരമാധികാരം എപ്പോഴും ഇസ്രായേലിന്റെ കൈകളിലായിരിക്കണം. ഒക്ടോബർ 7 ശേഷം ഫലസ്തീനികൾക്ക് ഗസയിൽ ഒരു ഹമാസ് രാജ്യമുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. പക്ഷെ അവർ എന്താണ് ചെയ്തത്? ആ രാഷ്ട്രത്തെ അവർ മെച്ചപ്പെടുത്തിയില്ല. ഭൂമിക്കടിയിൽ ബങ്കറുകളും ഭീകര തുരങ്കങ്ങളും നിർമ്മിച്ചു. ഞങ്ങളുടെ ജനതയെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിനും ഹോളോകോസ്റ്റിനും ശേഷം ഞങ്ങൾ കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ് ഇത്. അതിനാൽ അവർക്ക് മറ്റൊരു രാഷ്ട്രം നൽകാമെന്ന് ആളുകൾ പറയാൻ സാധ്യതയില്ല. അത് ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ഒരു വേദിയാകും എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഞങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഫലസ്തീനികളുമായി സമാധാനമുണ്ടാക്കും. ഞങ്ങളുടെ സുരക്ഷയുടെ പരമാധികാരം എപ്പോഴും ഞങ്ങളുടെ കൈകളിൽ നിലനിൽക്കണം. ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ രാഷ്ട്രമല്ല എന്ന് ആളുകൾ പറയും. പക്ഷെ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഇപ്പോൾ സംഭവിച്ചത് ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ഏറ്റവും സുപ്രധാനമായ പരിഹാരമാണ് ദ്വിരാഷ്ട്ര ഫോർമുല. ഫലസ്തീനുകൾ വർഷങ്ങളായി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്ക്, ഗസ, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന പ്രക്രിയയിലൂടെയാണ്. എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിക്കുകയും നിലവിലെ യുദ്ധത്തിൽ ഗസയുടെ ഭൂരിഭാഗം തകർക്കുകയും ചെയ്തതോടെ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സാധ്യതകൾ ഇസ്രായേൽ തകർത്തുവെന്ന് പലരും ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഇസ്രായേൽ. 1993 സെപ്റ്റംബർ 13 ഓസ്ലോ കരാറിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കപ്പെട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും സുരക്ഷാ ന്യായങ്ങൾ നിരത്തി ഗസയിൽ വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ. സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും അനുവദിക്കില്ല എന്ന് ഉറച്ചു മുന്നോട്ട് പോകുന്നു നെതന്യാഹു. ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് എന്നും വിഘാതമായി നിൽക്കുന്ന ഇസ്രായേൽ തന്നെയാണ് ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിർദ്ദേശത്തെ എന്നും എതിർക്കുന്നത്. പ്രത്യേക ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് PLOയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച ഓസ്ലോ ഉടമ്പടിയിൽ സമ്മതം മൂളിയിരുന്നെങ്കിലും ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. ഓസ്ലോ കരാർ നിലവിൽ വരാതിരിക്കാൻ താൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ടെന്നും ഇന്നും താൻ കരാറിനെതിരാണെന്നും ആ ഉടമ്പടി ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ തെറ്റാണെന്നും നെതന്യാഹു 2023 ഡിസംബറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫലസ്തീന് മേൽ പരമാധികാരമുള്ള വിശാല ഇസ്രായേൽ രാഷ്ട്രം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണമെന്ന് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിലെ ക്യാബിനറ്റ് മന്ത്രിമാർ കഴിഞ്ഞ ആഴ്ച ആഹ്വാനം ചെയ്തിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഫലസ്തീനുകൾ ഗസ വിടണമെന്ന ട്രംപിന്റെ നിർദ്ദേശവും ഇസ്രായേലിലെ കുടിയേറ്റ അനുകൂല രാഷ്ട്രീയക്കാർക്ക് ധൈര്യം നൽകുന്നു. ഇസ്രായേലികൾക്കും ഫലസ്തീനികൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ നിലവിൽ ഏറ്റവും ഉചിതമായ ബദലാണ് ദ്വിരാഷ്ട്ര പരിഹാരമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇനി യുദ്ധത്തിന് അറുതി വരുത്താൻ എന്തിടപെടലാണ് വേണ്ടതെന്നും എന്തുണ്ടാകുമെന്നതും ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്.